Good morning. Good morning, Miss. Good morning, Miss. Okay. മേഘയുണ്ട്, ഹരിതയുണ്ട്, ആതിര, പിന്നെ ആരാ, നിമിഷ, അഖില അല്ലെ. ഓക്കെ. ഇപ്പോ നമ്മള് ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് CSSD പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ നമ്മള് എവിടെയാണ് ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസിൽ നമ്മൾ എത്രണ്ണം പറഞ്ഞു? ഫങ്ഷണൽ ഏരിയ CSSDയുടെ ഫങ്ഷണൽ ഏരിയാസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഫങ്ഷണൽ ഏരിയ 6 അല്ലെ, 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫങ്ഷണൽ ഏരിയ അറ്റ് CSSD. CSSDയുടെ ഫങ്ഷണൽ ഏരിയനെ നമ്മൾ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് റിസീവിംഗ് ഏരിയ പറഞ്ഞു, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ. നാലാമത്തെ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മറന്നുപോയോ? ഓക്കെ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഏരിയയില് നമ്മൾ ഫസ്റ്റ് അതിൽ നമ്മൾ 3 ടൈപ്പാ. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ 2 ഓഫ് മെത്തേഡ് ഇൻ CSSD. CSSDയിൽ നമുക്ക് 2 മെത്തേഡ് ആണ് സ്റ്റെറിലൈസേഷൻ. ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, കെമിക്കൽ മെത്തേഡ്, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ 3 പറഞ്ഞ് ഓട്ടോക്ലേവ്, എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO, ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ ഓട്ടോക്ലേവും ഈ ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. അതിനകത്ത് ETO, എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO, അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഓക്കെ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് 2 മെത്തേഡ്സ് ഇൻ CSSD. CSSDയിൽ സ്റ്റെറിലൈസേഷൻ 2 മെത്തേഡിലാണ് നടത്തുന്നത്. ഒന്നാമത്തെ ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും ഉണ്ട്. അപ്പൊ ഫിസിക്കൽ മെത്തേഡ് അത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. അത് 2 എണ്ണാണ്. ഓട്ടോക്ലേവും സി എന്ന് പറഞ്ഞ ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം വഴിയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഈ എഥിലീൻ ഓക്സൈഡ് മെഷീൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. നമ്മൾ ഓട്ടോക്ലേവ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ അല്ലെ? ഓട്ടോക്ലേവ് പറഞ്ഞില്ലായിരുന്നോ? ഓട്ടോക്ലേവ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അതിന് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ എത്രയാ? 121 ഡിഗ്രി സെന്റിഗ്രേഡില് അണ്ടർ 50 pounds ഓഫ് പ്രഷറിൽ 20 മിനിറ്റ്സ് ആണ് അതിൽ സ്റ്റെറിലൈസ് ചെയ്യണത്. നമ്മൾ പറഞ്ഞില്ല പല ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്സ്, അതിന്റെ പിക്ചേഴ്സ് ഇവിടെ താഴെയുണ്ട്. സിമ്പിൾ ഓട്ടോക്ലേവ് പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന സംഭവമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഇക്വിപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റീം ചെയ്യും. 121 ഡിഗ്രി സെന്റിഗ്രേഡില്, സെൽഷ്യസിലാണ് അത് 15 pounds ഓഫ് പ്രഷറിൽ 20 മിനിറ്റ്സത്തേക്ക് അത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്, എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. Okay, this method is primarily used for heat responsive and moisture responsive material like cardiac catheter, plastic items and അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് തിരുത്താം കേട്ടോ. എൻഡോസ്കോപ്പ് എന്നാണ്, ഒന്ന് വെട്ടിയിട്ട് അവിടെ ഒന്ന് ശരിയാക്കുക. എൻഡോസ്കോപ്പ്, ENDOSCOPES, എൻഡോസ്കോപ്സ്. അപ്പൊ ഇനി ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അത് ഹീറ്റ് റെസ്പോൺസീവ്. ഹീറ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചൂടടിച്ചു കഴിഞ്ഞാൽ ഉരുക്കി പോകുന്ന പോലത്തെ, അല്ലെങ്കിൽ അതിന് എന്താ പറയാ, ചൂടടിക്കുമ്പോ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഉരുക്കി പോകുന്ന പോലെയുള്ള മെറ്റീരിയൽസ്. ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള, ഹീറ്റിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽ. അതിന്റെ മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ ലൈക്ക് കാർഡിയാക് കത്തീറ്റർ. കത്തീറ്റർ എന്താ? കത്തീറ്റർ എന്ന് പറഞ്ഞാ കത്തീറ്റർ എന്താ? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ കത്തീറ്റർ.
ട്യൂബ് വിത്ത് എ സ്മോൾ നീഡിൽ, ഒരു ട്യൂബ് അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ നീഡിൽ ഉണ്ടായിരിക്കും. ഇത് എന്തിനു ഉപയോഗിക്കുന്ന? ഹാർട്ട് ഫംഗ്ഷൻ, യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹാർട്ട് ഫംഗ്ഷൻ ആൻഡ് ടു ഡയഗ്നോസ് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ്. ഈ നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ കത്തീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക് എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത് വെയിൻസിൽ കൂടെ പോകുന്ന ഒരു ഇതാണ് കത്തീറ്റർ. ചെറിയൊരു നീഡിലാണ്. അപ്പൊ അതിന്റെ ടിപ്പിൽ ഒരു ചെറിയൊരു സ്മോൾ നീഡിലുണ്ട്, ഒരു ട്യൂബ്. അതിന്റെ ടിപ്പില് ഒരു ചെറിയൊരു നീഡിലുള്ള പോലത്തെ ഒരു ഇതാണ് കാത്ത് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാർഡിയക് കത്തീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ ആൻഡ് ടു ഡയഗ്നോസ് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന. അത് ഹീറ്റ് റെസ്പോൺസീവ് ആണ്. അത് ആ ട്യൂബ്, ചെറിയ ട്യൂബ് ആണ്. അതിന്റെ ടിപ്പിൽ നീഡിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്ന രീതിയിലുള്ളതാണ്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മെറ്റീരിയൽസ്, ഇത് എക്യുപ്മെന്റ്സുകള്, പിന്നെ അതുപോലെ എൻഡോസ്കോപ്പ്, ഇങ്ങനെയുള്ള ഈ ഹീറ്റ് റെസ്പോൺസീവ് അതുപോലെ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഓട്ടോക്ലേവിൽ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റീം 121 ഡിഗ്രി സെന്റിഗ്രേഡില് ഇത് സ്റ്റീം വരുമ്പോ അത് ഉരുകി പോകൂലേ? അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ ഇതിവിടെ ചോദിക്കാട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റെസ്പോൺസ് ഹീറ്റ് റെസ്പോൺസ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസ് മെറ്റീരിയൽ? അതിൽ ഏതാണ് യൂസ് ചെയ്യണത് എന്ന് ചോദിക്കാം. ഹീറ്റ് റെസ്പോൺസീവ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ETO അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ഓട്ടോക്ലേവ്, എഥിലീൻ ഓക്സൈഡ് മിഷൻ, ഫ്ലാഷ് സ്റ്റെറിലൈസർ, നൺ ഓഫ് ദ എബോവ് എന്നാണെങ്കിൽ ETO എന്ന് എഴുതുക. പിന്നെ അതിനകത്ത് ഫിസിക്കൽ അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ഓപ്ഷൻ നോക്കി എഴുതാം. കെമിക്കൽ, അപ്പോൾ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ളത് അതിനാണ് ETO മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി മെഷീൻ. ഇതെങ്ങനെയാ? വളരെ കോസ്റ്റ്ലി ആണ്, വളരെ വിലപിടിപ്പുള്ള മെഷീനാണ് ETO എന്ന് പറയുന്നത്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. അതിപ്പോ ഇത് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഗ്യാസ്, എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് മെഷീൻ, അതിനകത്ത് കെമിക്കൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ പോയിസണസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആ പോയിസണസ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മളത് പേഷ്യന്റിനെ ആ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷുവർ necessary to make sure that the items are to be free of gas molecule. അതിൽ നിന്ന് ഗ്യാസ് മോളിക്യൂൾസിന്റെ എല്ലാ കണികളും എല്ലാം മാറ്റി അത് വളരെ ഫ്രീ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത് ആ എക്യുപ്മെന്റ്സ് പേഷ്യന്റിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പോയിസണസ് ആണ്, അതിന്റെ കുറച്ച് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് അത് ഗ്യാസ് ഫ്രീ ആയില്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന പേഷ്യന്റിന് പോയിസണസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയാ, നമ്മൾ അത് ഉറപ്പുവരുത്തണം. ഇത് ഫ്രീ, ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. പേഷ്യന്റിന് അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ അതിൽ നിന്ന് ആ എക്യുപ്മെന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് എല്ലാം ഫ്രീ ആക്കി, ഗ്യാസ് എല്ലാം ഫ്രീ ആക്കി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. The entire cycle may be taken up to 8 to 12 hours. ഇതിന് എത്ര സമയം എടുക്കും? എത്ര ടൈം നോക്കിയേ? 8 to 12 hours വരെ വേണ്ടി വരും ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണതിന് 8 തുടങ്ങി 12 മണിക്കൂർ വേണ്ടി വരും. ഓട്ടോക്ലേവിന് എത്ര ടൈം മതി നമ്മൾ പറഞ്ഞേ? ഓട്ടോക്ലേവിന് എത്ര ടൈമാ വേണ്ടത്? എത്ര മിനിറ്റാ സ്റ്റെറിലൈസ് ചെയ്യാൻ? ഓട്ടോക്ലേവിൽ ഇട്ട് എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും?
20 minutes. ആണോ ഇവിടെ നോക്കിയേ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ETO മെഷീൻ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ആ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ 8 to 12 hours 8 മുതൽ 12 മണിക്കൂർ വരെ എന്താ വേണ്ടി വരും. ഇനി നെക്സ്റ്റ് സി ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. This machine is largely used in operation theatre OT for emergency purpose. ഇതിങ്ങനെ തന്നെ ചോദിക്കട്ടോ. Dash is used in operation theatre for emergency purpose. അല്ലെങ്കിൽ which of the following sterilizer അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ ഡാഷ് ഇട്ടിട്ടാണെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെറിലൈസർ ഈസ് യൂസ്ഡ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസ്. അവിടെ ഏതാ നമ്മൾ OT കോംപ്ലക്സില് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റെറിലൈസറാ? ഏതാ പേരെന്താ? Flash. ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് നോക്കിയേ, ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഓട്ടോക്ലേവ് പോലെയാണ്, ഓട്ടോക്ലേവ് തന്നെയാണ്. ദാറ്റ് ഹാസ് എ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. പക്ഷെ നോക്കിയേ, ഓട്ടോക്ലേവിനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലാഷ് സ്റ്റെറിലൈസറിന് ആ സ്റ്റെറിലൈസേഷൻ സൈക്കിള് വളരെ കുറവാണ്. എത്ര സമയം വേണം നോക്കിയേ? 3 to 4 minutes 3-4 മിനിറ്റ് മതി അത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാണ്, പക്ഷെ എന്താണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിള് 3 to 4 minutes 3-4 മിനിറ്റ് കൊണ്ട് തന്നെ അത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിയും. Owning of its ability to raise the temperature to 132 degrees centigrade. കണ്ടോ ടെമ്പറേച്ചർ അപ്പൊ നോക്കിയേ, ഈ ഓട്ടോക്ലേവിന് 121 degree centigrade എന്നാ പറഞ്ഞത്. ഇവിടെ നോക്കിയേ 132 സെന്റിഗ്രേഡിലാണ് ഇവിടെ സ്റ്റീം ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും ഉപയോഗിക്കേണ്ടതൊക്കെ വരും. അപ്പൊ അത് വെച്ചാൽ പെട്ടെന്ന് തന്നെ, അപ്പൊ അവിടെ 20 മിനിറ്റും അല്ലെങ്കിൽ 5-6 മണിക്കൂറും ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് അങ്ങനത്തെ ഒരു ഇത്. Flash sterilizer largely used in OT for emergency purpose. This is a special type of autoclave that has a very short sterilization cycle. വളരെ കുറച്ച് സ്റ്റെറിലൈസേഷൻ ടൈം വളരെ കുറവ് മതി. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സ്റ്റെറിലൈസ് ചെയ്യും. ഇതില് അതിന്റെ ടെമ്പറേച്ചർ 132 degree centigrade ആണ്. ഓക്കെ, അത് രണ്ടൊന്ന് വായിച്ചു നോക്കിയേ, ബിയും സിയും. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? റെഡി ചെയ്തോ? ഇതിനകത്ത് ഫ്ലാഷ് സ്റ്റെറിലൈസറിന്റെ ആ ഫസ്റ്റ് ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് സ്റ്റെറിലൈസർ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ OT ഫോർ എമർജൻസി പർപ്പസ്. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫ്ലാഷ് സ്റ്റെറിലൈസർ. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് വരുന്നത്, അപ്പൊ അത് മൂന്നുമാണ് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ കേട്ടോ. ഐദർ 2 മെത്തേഡ്, 2 മെത്തേഡ്, അതിൽ 3 പറയുന്നുണ്ട്. സ്റ്റീം വഴിയുള്ളത് 2 ഉണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ 2 ഉണ്ട്. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. പിന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, അതിലാണ് ETO എന്ന് പറയുന്നത്, എഥിലീൻ ഓക്സൈഡ് മെഷീൻ.
ഓക്കെ, അത് ഹീറ്റ് അടിച്ചു കഴിയുമ്പോഴത്തേ ചൂടടിക്കുമ്പോഴത്തേ ഉരുക്കി പോകുന്നത് അല്ലെങ്കിൽ ചീത്തയാകുന്ന പോലുള്ള എക്യുപ്മെന്റ്സുകൾ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ETO മെഷീൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കെമിക്കൽ ഗ്യാസ് ആണ് കോസ്റ്റ്ലി മെഷീൻ ആൻഡ് യൂസ് ദ പോയിസണസ് ഗ്യാസ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മുടെ 4 ഏരിയ പഠിച്ചില്ലേ? ഫങ്ഷണൽ ഏരിയാസ്, CSSD ഫങ്ഷണൽ ഏരിയാസിൽ 4 നമ്മൾ കഴിഞ്ഞു. ഇനി 5ാമത്തെ എന്താണെന്ന് ആർക്കും ഒരു ഇതില്ലാത്ത എന്ത് പറ്റി? രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണ്ടേ? ഭക്ഷണം കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? എല്ലാരും കഴിച്ചില്ലേ? കഴിച്ചിട്ട് ഒരു എനർജി ഇല്ലല്ലോ. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ നമ്മൾ 4ാമത്തെ സ്റ്റെറിലൈസേഷൻ ഏരിയ പറഞ്ഞത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ സ്റ്റോറേജ് ഏരിയ. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ മെറ്റീരിയൽസ് നെക്സ്റ്റ് ഏരിയയിലേക്കാണ് വരുന്നത്, സ്റ്റോറേജ് ഏരിയയിലേക്ക്. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ എ cleansed rack from where they are issued to the user department. ഇപ്പൊ പ്രൊവിഷണലി എന്ന് പറയാൻ ടെമ്പറലി. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഐറ്റംസ് ഒക്കെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ടെമ്പററി ആയിട്ട് അവിടെ തന്നെ ആ CSSD തന്നെ ഒരു പ്രത്യേക ഷെൽഫ്സിൽ അവിടെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് പാടെ കൊടുക്കുകയല്ല, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുകയല്ല. സ്റ്റെറിലൈസേഷന് ശേഷം ആ എക്യുപ്മെന്റ്സ് ഒക്കെ ടെമ്പററി ആയിട്ട് ഈ CSSD അവിടെ പ്രത്യേകം റാക്കില് അവിടെ അവിടെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അവിടെ നിന്ന് നെക്സ്റ്റ് നോക്കിയേ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO is the principle to follow the replacement of the sterile in keeping demand of the department. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അപ്പൊ അത് കൊടുക്കുന്നത് അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിള് FIFO. അതൊന്ന് നോക്കണം കേട്ടോ, FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ആദ്യം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യം ആവശ്യം അതാണ് ആദ്യം കൊടുക്കുന്നത്. ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കണ്ടോ, അത് നമ്മളത് എന്താ പറയാ ആദ്യം ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യം തന്നെ കൊടുക്കും. അതാണ് അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO ആണ് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റെറൈൽ ഇൻ കീപ്പിംഗ് ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഡാഷ് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റെറൈൽ ഐറ്റംസ്. ഏത് പ്രിൻസിപ്പിൾ അവിടെ ഏതാ? ഏത് പ്രിൻസിപ്പിള്? FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇനി 6ാമത്തെ ലാസ്റ്റ് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, it should be away from the accepting area and must have a window with a counter. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ CSSD റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഫാർ അവേ കുറേ കൂടി ദൂരത്തായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ. അത് നമ്മൾ യൂണിയൻ ഡയറക്ഷണൽ ഫ്ലോ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയയിൽ കൂടെ തന്നെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് അതിൽ കൂടെ തന്നെയല്ല കൊടുക്കുന്നത്, അത് വേറെ സ്ഥലത്താണ്. റിസീവ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത്, എന്നിട്ട് ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറൊരു ഏരിയയിലായിരിക്കും. അത് എവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. കണ്ടോ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരിക്കും. ആൻഡ് മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. മറ്റേത് റിസീവിംഗ് ഏരിയ പോലെ തന്നെ വിൻഡോ വിത്ത് എ കൗണ്ടറുള്ള വിൻഡോ ഉണ്ടായിരിക്കും. ഇൻ മോഡേൺ ഹോസ്പിറ്റൽ ദേ മേ ബി ഡിഫറെന്റ് lift dump elevators for shifting the sterile material to user department. അപ്പൊ മോഡേൺ ഹോസ്പിറ്റൽസിലൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാ. അതിന് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ സ്റ്റെറിലൈസ് ചെയ്തത്. അതിന് ഡിഫറെന്റ് ലിഫ്റ്റുകൾ ഉണ്ട്, അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റുകൾ, ഡംപ് എലിവേറ്റേഴ്സ് ഉണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, shifting or transporting the sterile material to user department. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഡംപ് എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ ഉണ്ട്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഫങ്ഷണൽ ഏരിയാസ്. അത് നോക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. CSSTയുടെ ഫങ്ഷണൽ ഏരിയാസ് 6 അതിന്റെ ആ ഓർഡർ നിങ്ങൾ നോക്കണം. റിസീവിംഗ് ഏരിയ, നെക്സ്റ്റ് റിസീവ് ചെയ്തിട്ട് ക്ലീനിങ് ഏരിയയിലേക്ക് വരുന്നു, പിന്നെ നെക്സ്റ്റ് പാക്ക് ചെയ്യുന്നു, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, നെക്സ്റ്റ് അത് സ്റ്റോറേജ് ഏരിയയിലേക്ക് വരുന്നു. സ്റ്റോർ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ FIFO പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആദ്യം ആവശ്യം അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, ഇതിന്റെ ഫങ്ഷണൽ ഏരിയ നോക്കണം. ഓരോന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഏതാണ്, അപ്പൊ അത് അതിന്റെ ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ ഫ്ലോ ചാർട്ട് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അത് തെറ്റിച്ച് തന്നിട്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് പാക്കിംഗ് ഏരിയ എന്നിട്ട് വേണമെങ്കിൽ ക്ലീനിങ് ഏരിയ, അങ്ങനെ അതിന്റെ ഓർഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. റിലേറ്റീവ് ടു ദ ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD എന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയും ഇതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, 6 ഏരിയാസും നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. CSSDയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? എന്താ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാ എന്താ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റേഴ്സ് കേട്ടിട്ടില്ല വേർഡ്? ഇൻഡിക്കേറ്റർ. What do you mean by indicators? Indicators എന്ന് പറഞ്ഞാൽ thing that indicate the state or level of something. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഒക്കെ നമുക്ക് അളക്കുന്ന ഒരു സൂചകങ്ങൾ. മലയാളത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ എന്നാ പറയുന്നത്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. അപ്പൊ CSSDയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? There are 3 types of indicators used in CSSD. First one, mechanical indicators. ഇതാണ് ഫസ്റ്റ് ഏതാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. സെക്കൻഡ് വൺ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. തേർഡ് വൺ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് CSSDയിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പേരുകളൊന്ന് പറഞ്ഞേ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD ഏതൊക്കെയാ? indicators, chemical indicators, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാന്ന് നോക്കിയേ? ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, humidity and pressure throughout the time of the sterilization cycle. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ ഉടനീളം ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഫസ്റ്റ് നമ്മൾ ഇവിടെ ഓട്ടോക്ലേവിന് 20 minutes വേണമെന്ന് പറഞ്ഞു. പിന്നെ എഥിലീൻ ഓക്സൈഡ് 84, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ 8 to 12 hours വേണമെന്ന് പറഞ്ഞു. ഫ്ലാഷ് സ്റ്റെറിലൈസറിലാണെങ്കിൽ 3 to 4 minutes വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റെക്കോർഡ് ടൈം എത്ര ടൈം റെക്കോർഡ് ചെയ്യാൻ, ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ടെമ്പറേച്ചർ എത്ര, നമ്മൾ ഓരോന്നിനും ടെമ്പറേച്ചർ പറഞ്ഞല്ലോ. ഓട്ടോക്ലേവ് 121 degree centigrade എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാൻ, കാണിക്കാൻ, അതിന്റെ ഹ്യൂമിഡിറ്റി കാണിക്കാൻ, പ്രഷർ കാണിക്കാൻ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിളിലൂടെ ഉടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയും നോക്കുക. ഫസ്റ്റ് സെന്റൻസ് നോക്കുക. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഓക്കെ, ക്ലിയർ ആയോ? അവിടെ അത് ചോദിക്കാം, ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യണേന്ന് ചോദിക്കാം. ടൈമും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി പ്രഷറൊക്കെ കാണിക്കാനായിട്ട് ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാം. നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെയാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react to physical condition inside the sterilization chamber. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എങ്ങനെയാ ഡിസൈൻ ചെയ്തേക്കണേ? ഫിസിക്കൽ കണ്ടീഷൻ, ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ
ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. എന്താ പറഞ്ഞത്? സ്റ്റെറിലൈസേഷൻ ചേംബറിലെ അതിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. ദിസ് കൺഫേംസ് ദാറ്റ്, ഇത് സ്ഥിരീകരിക്കാം, കൺഫേംസ് വെച്ചാൽ സ്ഥിരീകരിക്കാം. ദിസ് കൺഫേംസ് ദാറ്റ് ആൻ ഓട്ടോക്ലേവ് ഓർ സ്റ്റീം സ്റ്റെറിലൈസർ ഈസ് വർക്കിംഗ്. ഇത് സ്ഥിരീകരിച്ചാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ ചോദിക്കാട്ടോ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ്. എന്തെന്നറിയപ്പെടുന്ന മറ്റൊരു പേര്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് bioindicators. Okay, it is also known as bioindicators. Biological indicators in അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് bioindicators. They are living creatures such as microorganism. ഇത് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിവിംഗ് ക്രീച്ചർ ആണ്, ജീവനുള്ള ഒരു ഇതാണ്. ലിവിംഗ് ക്രീച്ചേഴ്സ് such as microorganisms പോലുള്ള ലിവിംഗ് ക്രീച്ചേഴ്സ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. They used to confirm sterilization performance to verify the sterilization procedure. എന്തിനു വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് to confirm, എന്ത് സ്ഥിരീകരിക്കാൻ? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്. സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ്, എത്രമാത്രം അത് എഫക്റ്റീവ് ആണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. To verify the sterilization procedure, വെരിഫൈ ചെയ്യാൻ, sterilization performance നോക്കാൻ, displaying the sterilization effect of the production process. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് എത്രമാത്രം, അതിന്റെ ഫലമുണ്ട്, ഫലപ്രാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ് ബാസിലസ് ആക്ടോഫിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അവിടെ വേണമെങ്കിൽ അതിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം എഴുതിപ്പോ ബാസിലസ്, BACILLUS, ബാസിലസ് ആക്ടോഫിയേഴ്സ്, ATROPHAEUS, ആക്ടോഫിയേഴ്സ്, ബാസിലസ് ആക്ടോഫിയേഴ്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു കൺഫേം സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, ടു വെരിഫൈ ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് എത്രമാത്രം, ആ സ്റ്റെറിലൈസേഷന്റെ ഫലപ്രാപ്തി എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, അളക്കാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ചോദിക്കാം. ഇതിന് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, രണ്ടാമത്തെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. അപ്പൊ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ടൈം, അതിന്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ സ്റ്റെറിലൈസേഷൻ സൈക്കിളിലുടനീളമുള്ള ഈ ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ? ഡിസൈൻ ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ആ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കലുകൾ. പിന്നെ അടുത്തത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ടു കൺഫേം സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, to verify the sterilization procedure, display the sterilization effect, എത്രമാത്രം എഫക്റ്റ്, അതിന്റെ ഫലം എത്രയുണ്ട്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത് ബാസിലസ് ആക്ടോഫിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 13 ഉള്ളൂ. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, 3 നിങ്ങളോട് വായിക്കാൻ പറയുമ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് വായിക്കാം കേട്ടോ. നമ്മളുടെ ടൈം കളയണ്ട, വേഗം ഒന്ന് വായിച്ചു നോക്ക്.
മിസ് മൂന്നാമത്തെ ഒന്നുകൂടി പറഞ്ഞുതരാം. മൂന്നാമത്തെ ഒന്നുകൂടെ പറയണോ? ഓക്കെ ഓക്കെ. തേർഡ് വൺ നമ്മൾ പറയുമ്പോ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ CSSD ഓരോന്നും അതിന്റെ യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങൾ, അതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് CSSD സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, രണ്ടാമത്തെ കെമിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, മൂന്നാമത്തെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിവിങ് ക്രീച്ചർ ആണ്, മൈക്രോ ഓർഗാനിസം ആണ് അത്. അതിന്റെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതെന്ന് പറഞ്ഞത് ഒരു ലിവിങ് ക്രീച്ചർ ആണെന്ന് പറഞ്ഞു, സച്ച് ആസ് മൈക്രോ ഓർഗാനിസം ഉള്ള ഒരു ജീവനുള്ള ഇതാണ് ലിവിങ് ക്രീച്ചേഴ്സ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം, സ്ഥിരീകരിക്കുക സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്. എങ്ങനെയാണ് ആ സ്റ്റെറിലൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഫുൾ ഇതാണോ അല്ലെങ്കിൽ നല്ല ഇതാണോ എന്നൊക്കെ ഉള്ളത്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കാൻ. പിന്നെ ടു വെരിഫൈ ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ വെരിഫൈ ചെയ്യാൻ. പിന്നെ അത് സ്റ്റെറിലൈസേഷന്റെ എഫക്റ്റ്, അതിന്റെ ഫലം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റെറിലൈസേഷന്റെ ഫലം എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് പഠിക്കണം, 3 എണ്ണം പഠിക്കണം. പിന്നെ അതിനകത്ത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് to displaying the recorded time, temperature, humidity and the pressure throughout the time of the sterilization cycle. അത് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതാണ് അതിന്റെ 3 നമ്മൾ പഠിക്കാൻ പറഞ്ഞത്. അത് എന്തിനാ അതിന്റെ യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേന്നുള്ളത് പഠിക്കാം. 3 ഇൻഡിക്കേറ്റേഴ്സും പഠിക്കാം. അത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി ഇതുപോലെ തന്നെ CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പല മെത്തേഡുകൾ, അതിന്റെ വിതരണ സംവിധാനം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? വിതരണ സംവിധാനം. അത് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡു ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു. അതിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 4 എണ്ണം ഉണ്ട്. അത് ഞാൻ പറയാം. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, ഫസ്റ്റ് ആണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം ഉണ്ട്. മൂന്നാമത്തെ ഗ്രോസറി, GROCERY ഗ്രോസറി സിസ്റ്റം ഉണ്ട്. നാലാമത്തെ ക്വാട്ട സിസ്റ്റം. ഇങ്ങനെ 4 CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോന്നിനും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലായിരിക്കും, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു. അപ്പൊ അതിനകത്ത് നമുക്ക് ഓരോന്നും നോക്കാം. അപ്പൊ അതിനകത്ത് 4 പേരുകൾ നിങ്ങൾ പഠിക്കണം. CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 4 എണ്ണം ഉണ്ട്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം, മൂന്നാമത്തെ ഗ്രോസറി സിസ്റ്റം, 4th വൺ ആണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത് നോക്കിയേ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ഇതെങ്ങനെയാ നോക്കിയേ, എ സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ CSSD ഇഷ്യൂ കൗണ്ടർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം. എന്താ പറഞ്ഞേക്കുന്നത്? ഏത് ടൈം എക്സ്ചേഞ്ചിലും, എനി ടൈം എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻ എക്സ്ചേഞ്ച് ഫോർ യൂസ്ഡ് വൺ അറ്റ് എനി ടൈം, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. Okay, a sterilized article is provided at a CSSD issue counter in exchange for a used one at any time. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. പിന്നെ അടുത്ത നോക്കിയേ, റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? Articles needed are demanded by users
on a daily or regular basis and gathered by them at a CSSD counter. ഇവിടെ നോക്കിയ രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം. അത് എങ്ങനെയാണ് റിക്വസിഷൻ? പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്, അത് യൂസ് ചെയ്യുന്ന ആ യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസ് ഒക്കെ ആയിട്ട് ഇഷ്യൂ കൗണ്ടറിൽ ആയിട്ട് ആവശ്യപ്പെടുകയും അത് CSSD കൗണ്ടറിൽ ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുകയും ചെയ്യുന്നു. ാണ് റിക്വസിഷൻ. അവിടെ ഇമ്പോർട്ടൻസ് യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ യൂസേഴ്സ്. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി, ഒന്നില്ലെങ്കിൽ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിലോ ഒന്നരാടട്ടോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെ ഒരു റെഗുലർ ആയിട്ടോ ഡെയിലി ആയിട്ടോ റെഗുലർ ആയിട്ടോ ആവശ്യപ്പെടുകയും അത് അവർ CSSD കൗണ്ടറിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഈ സെന്റൻസ് നിങ്ങൾ നോക്കുക, ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്നുള്ളത് പഠിക്കാം. ഇനി തേർഡ് നോക്കിയേ, ഗ്രോസറി സിസ്റ്റം ആണ്. ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? Okay, each user's demand for specific period is delivered at a suitable intervals regardless of whether the content have been used or not. ആ കണ്ടന്റ് അവിടെ യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ ഓരോ ഉപഭോക്താവിനും ഒരു നിശ്ചിത കാലയളവിലുള്ള ഡിമാൻഡ് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഇടവേളകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് പറഞ്ഞേക്കുന്നത്. അവിടെ അവർ ഉപയോഗിച്ചില്ലയോ എന്ന് നോക്കണ്ട. ഓരോ ടൈം ഇന്റർവെല്ലിലും, ഇപ്പൊ ഓരോ വീക്ക്ലി ആണെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, അപ്പൊ അങ്ങനെ ഓരോ ടൈം എക്സ്ചേഞ്ചിലും എന്താ പറഞ്ഞത്, കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, അവിടെ അത് അവര് കൊടുത്ത എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ഓരോ ഉപഭോക്താവിനും നിശ്ചിതമായിട്ടുള്ള കാലയളവില് ഡിമാൻഡ് അനുസരിച്ചിട്ട് തന്നെ, ഡിമാൻഡ് അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെൽസിൽ അത് ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റൈൻഡ് ബൈ ഡെലിവറി പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ പ്രീ അറേഞ്ച്ഡ്, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവൽസ് CSSDയിലുള്ള ഡെലിവറി ഉദ്യോഗസ്ഥര് അവരുടെ പതിവ് ഡെലിവറികൾ വഴി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു. Pre-arranged stock level of different items for each user unit are maintained by delivery personnel from CSSD through frequent delivers. അത് ഏത് ക്വാട്ട സിസ്റ്റത്തിലാണ്? അത്രയും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാതെ ഇതിന്റെ ഓരോന്നിന്റെയും ഇങ്ങനെ എഴുതാനായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതാനല്ല തരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ലാസ്റ്റ് നമ്മൾ ക്വാട്ട സിസ്റ്റം പറഞ്ഞത് ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായ ഇനങ്ങളുടെ അത് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻ ക്രമീകരിച്ചിട്ടുള്ള ആ സ്റ്റോക്ക് ലെവലുകള് CSSDയിൽ നിന്നുള്ള ആ ഡെലിവറി ഉദ്യോഗസ്ഥര് പതിവ് ഡെലിവറികൾ വഴി അത് പരിപാലിച്ചു പോകുന്നു, മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. യൂണിറ്റ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡെലിവറി പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവേഴ്സ്. പതിവ് ഡെലിവറികൾ വഴി പരിപാലിച്ചു പോകുന്നു. ഇതിനകത്ത് ഈ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കുക, അതിന്റെ കീഴിൽ വരുന്നത് ഏതാണ് എന്ന് നോക്കുക കേട്ടോ. അപ്പൊ 4 പറഞ്ഞത് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് പറഞ്ഞു, റിക്വസിഷൻ സിസ്റ്റം പറഞ്ഞു, ഗ്രോസറി സിസ്റ്റം പറഞ്ഞു, ക്വാട്ട സിസ്റ്റം പറഞ്ഞു. ഓക്കെ, ഇത് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് നോക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്താ, മലയാളം എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ഭരണപരമായിട്ടുള്ള നിരീക്ഷണം. ഓക്കെ, ഭരണപരമായിട്ടുള്ള നിരീക്ഷണം, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്.
Work practices must be overseen. Work practices must be overseen. തൊഴിൽ പരിശീലനം എങ്ങനെയാണ്? അത് മേൽനോട്ടം വഹിക്കുന്നു. Work practices must be overseen. Written policies procedure must be strictly followed by all personnel responsible and accountable for sterilization and disinfection items and for handling sterile supply. ഇവിടെ നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ അവര് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലൊക്കെ ചെയ്യാമോളോ, അല്ലെങ്കിൽ ഈ ഒരു റിട്ടേൺ പോളിസി പ്രൊസീജിയർ ഉണ്ടാവും. റിട്ടേൺ അവിടെ എഴുതി വെച്ചിട്ടുള്ള ചില നയങ്ങളും കാര്യങ്ങളും അത് ആ CSST-യിലുള്ള പേഴ്സണൽസ് ഉദ്യോഗസ്ഥര് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. Policies procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting item and for handling supply. Sterilization കാര്യത്തിലും and disinfection ചെയ്യുന്ന ഐറ്റംസിന്റെ ഇതും അത് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റെറൈൽ സപ്ലൈ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ പോളിസി പ്രൊസീജിയേഴ്സ്, റിട്ടേൺ പോളിസി പ്രൊസീജിയർ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും അവര് ഫോളോ ചെയ്യണം. If sterility cannot be attained or maintained, the system has failed. ഇനി സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്തില്ലെങ്കിലോ, ശരിക്കും സ്റ്റെറിലൈസേഷൻ അത് കംപ്ലീറ്റ് അല്ല, അതിന്റെ ഇതായിട്ടില്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ഹാസ് ഫോയിൽഡ്, പരാജയപ്പെട്ടു പോകും. വെറുതെ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ആ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഈ സ്റ്റെറിലിറ്റി കനോട്ട് ബി അറ്റൈൻഡ് ഓർ ആ സ്റ്റെറിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിസ്റ്റം എന്തായി പോകും? പരാജയപ്പെട്ടു പോകും. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്ന കുറച്ച് പോയിന്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അത് എന്തൊക്കെയാന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ഇൻ CSST? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യണം, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് ഫസ്റ്റ് വന്നേക്കുന്നത് ഡീകണ്ടാമിനേറ്റിംഗ്. ഡീകണ്ടാമിനേറ്റിംഗ് എന്ന് പറഞ്ഞ എന്താ? ഡീകണ്ടാമിനേറ്റിംഗ് എന്താണ്? അണുവിമുക്തമാക്കുക. കണ്ടാമിനേഷൻ മാറ്റുക അല്ലെ, അണുവിമുക്തമാക്കുക. ഇതിനാണ് ഡീകണ്ടാമിനേറ്റിംഗ്. ടെർമിനലി സ്റ്റെറിലൈസിംഗ്, പിന്നെ ആൻഡ് ക്ലീനിങ് ഓൾ സ്യൂട്ടബിൾ ഐറ്റംസ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റം. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഇനി റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസബിൾ പുനരുപയോഗിക്കാൻ പറ്റാവുന്ന ഐറ്റംസ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കണം. അതാണ് നമ്മളിപ്പോ ഫുള്ളെല്ലാം ഡിസ്പോസ് ചെയ്ത് കളയാതെ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് റീയൂസ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാം, ഡീകണ്ടാമിനേറ്റ് ചെയ്ത് എടുക്കാം. രണ്ടാമത്തെ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്നത് എന്താണ്? പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. പാക്ക് ചെയ്യുക, ലേബൽ ചെയ്യുക. ഓരോ ഐറ്റംസും പാക്ക് ചെയ്ത് ലേബൽ ചെയ്യുക. പിന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അത് തിരിച്ച് എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യാന്ന് അതാട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസർ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. അടുത്ത സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റെറിലൈസർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ, പ്രവർത്തിപ്പിക്കുക. അതാണ് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. അടുത്തത് ഒരു കാര്യമാണ് വന്നേക്കുന്നത്. ഡിസ്പ്ലേയിങ്. ഡിസ്പ്ലേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പ്രദർശിപ്പിക്കുക. ആൻഡ് കീപ്പിംഗ് റെക്കോർഡ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിൾ അല്ലേ അതിന്റെ കാര്യങ്ങള്, ഇത്ര ടൈം എടുത്തു അതിങ്ങനെയുള്ള കാര്യങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡും കീപ്പ് ചെയ്യുക. ഡിസ്പ്ലേ ചെയ്യുക ആൻഡ് കീപ്പ് ചെയ്യുക, പ്രദർശിപ്പിക്കുക, അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുക. റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിളും സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്താ കീപ്പ് ചെയ്ത് വെക്കാം.
പിന്നെ അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അഡ്ഹിയറിംഗ് എന്താ വേർഡ് മീനിങ്? അഡ്ഹിയറിംഗ് ചെയ്യാന്ന് വെച്ചാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പരിപാലിക്കുക. അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. സുരക്ഷാ നടപടികളും പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളും പാലിക്കുക. അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അത് എന്തെങ്കിലും കേടൊക്കെ വരാതിരിക്കുന്ന പ്രിവെന്റീവ്, അതിനെ തടയാനുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോളും സേഫ്റ്റി, നമുക്കത് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും ഒക്കെ പാലിക്കുക. പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നത് സോർട്ടിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറൈൽ ഐറ്റംസ് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എല്ലാരും സോർട്ട് ചെയ്യാം, തരംതിരിച്ചു വെക്കുക. അത് ശേഖരിക്കുക, ഓരോന്ന് തിരിച്ചു വെക്കുക അല്ലെ. സോർട്ടിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറൈൽ ഐറ്റംസ് ഒക്കെ സോർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ നെയിംസ് റെഡി ഫോർ യൂസ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് എന്നാണ് കേട്ടോ. അവിടെ നെയിംസ് എഴുതിയേക്കുന്നത്, അതൊന്ന് മാറ്റി ഐറ്റംസ് എന്നാണ്. സ്റ്റോറിംഗ് അല്ലേ മിസ്റ്റേക്ക് കിടക്കുന്നത്? സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോറിംഗ് ആണോ അതോ സോർട്ടിംഗ് ആണോ? സോർട്ടിംഗ്, STOR, സോറിംഗ് എന്നാണല്ലേ ഇവിടെ. സ്റ്റോറിംഗ്, സ്റ്റോറിംഗ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ നോട്ടിന്റെ പ്രശ്നമാണ്. എന്റെ ഇവിടെ എഴുതി വെച്ചെന്നെ സ്റ്റോറിംഗ് എന്നാട്ടോ. സ്റ്റോർ ചെയ്യാം. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് നമ്മൾ പറഞ്ഞല്ലോ താൽക്കാലികമായിട്ട് CSST സ്റ്റോർ ചെയ്ത് വെക്കാന്ന്. അതാ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. ഞാനിവിടെ എഴുതിയേക്കുന്നതിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. സ്റ്റോറിംഗ് തന്നെയാണ്. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റം. സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യുക. പിന്നെ അടുത്തത് പറഞ്ഞു ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. അത് ഈ പ്രിന്റഡ് നോട്ടിലെ മിസ്റ്റേക്ക് ആണ്. ഐറ്റംസ് എന്നാണ് അവിടെ. ഐറ്റംസ്. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഉപയോഗത്തിന് യൂസ് ചെയ്യാൻ, അതിന് ഉപയോഗത്തിന് തയ്യാറാക്കിയ സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. പിന്നെ അടുത്തത് ലാസ്റ്റ് വരുന്നത് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത അണുവിമുക്തമാക്കിയ ആ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ഇത്രയും പോയിന്റ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകള്. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റിന്റെ അവിടെ നെയിംസ് മാറ്റി ഐറ്റംസ് ആക്കുക കേട്ടോ. ഐറ്റംസ് ആക്കുക. നിമിഷ ഫസ്റ്റ് 2 പോയിന്റ് വായിക്കോ ഒന്ന്. ആദ്യത്തെ 2 പോയിന്റ് ഒന്ന്. Okay. Decontaminating, terminally sterilizing and cleaning all reusable items of disposable items. Packing and labeling of items. രണ്ടാമത്തെ അതിനകത്ത് വരുന്നതാണ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റം. നെക്സ്റ്റ് 2 പോയിന്റ് ഹരിത ഒന്ന് വായിക്കോ. ഹരിത സെക്കൻഡ് തേർഡ് പോയിന്റ്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റെറിലൈസർ ലോഡിംഗ് അൺലോഡിംഗ്. പിന്നെ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. ഓക്കെ. സ്റ്റെറിലൈസർ ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഷീബ അടുത്ത പോയിന്റ് വായിക്കോ. operating the sterilizer, displaying and keeping records of each cycle. ഓക്കെ. ഓപ്പറേറ്റ് ചെയ്യുക, സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ആ സൈക്കിൾ, സ്റ്റെറിലൈസേഷൻ സൈക്കിള്, അതുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. പിന്നെ ആക്കില്ല അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചേ. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ടല്ലോ. adhering to safety measures and preventive maintenance protocol. Adhering എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് ആരാ മേഘ അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചേ. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റോറിംഗ് തന്നെയാണ് കേട്ടോ. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആതിര നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. Handling sterile items ready for use. Okay, handling sterile names ready for use. Okay, ഉപയോഗത്തിന് തയ്യാറാക്കിയ ഐറ്റംസ്, അത് സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുക. പിന്നെ അടുത്തത് ലാസ്റ്റ് ഒരാൾ കൂടി റിൻസി ലാസ്റ്റ് പോയിന്റ് വായിച്ചേ.
Making sterile transfer to a sterile. ഓക്കെ, സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറൈൽ ട്രാൻസ്ഫർ നടത്തുക. ആതിരയുടെ വളരെ സ്വീറ്റ് വോയിസ് ആണല്ലോ ആതിര, വളരെ കുഞ്ഞു ശബ്ദാണല്ലോ. ആ മിസ് എല്ലാരും പറയലുണ്ട്. ആ കുഞ്ഞു കൊച്ചിന്റെ സൗണ്ട്. ഓക്കെ, നല്ല സ്വീറ്റ് വോയിസ്. പാട്ടോടോ ആതിര? ഇല്ല പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കാറേ ഉള്ളൂ, പാടൂല. അതെ, ഇത്രയും സ്വീറ്റ് ആയിട്ട് വോയിസ് പാട്ട് പാടൂലാണോ? പാട്ട് പാടൂല? ഇല്ല ഇല്ലേ? ഒന്ന് പാടി നോക്കണം കേട്ടോ ആതിര. ഒന്ന് വീട്ടിലൊന്ന് പാടിയിട്ട് അടുത്ത ക്ലാസ്സില് നമുക്കൊന്ന് ആതിരയുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി ആതിര വീട്ടിലൊന്ന് പാടുക. എന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലൊന്ന് കേൾപ്പിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും 1.5 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഒരു റെഡിയൊക്കെ മാറ്റാതെ അടയ്ക്ക്. ഒരു പാട്ടൊക്കെ ആർക്കെങ്കിലും പാടണമെങ്കിൽ പാടാട്ടോ അടയ്ക്ക്. ഞാൻ അതിനുള്ള ടൈം തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അപ്പൊ ഓർമ്മിപ്പിക്കണം കേട്ടോ. ആതിരേനെ കൊണ്ട് പാടിക്കാം നമുക്ക്. ആതിര പഠിച്ചോട്ടോ ആതിര. ഓക്കെ അല്ലേ ആതിര കുട്ടി? പോയ ആള്? ആ നോക്കാം മിസ്. നോക്കല്ല, ഷുവറായിട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടിയേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി ഇതും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതില്ല, നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി ഇന്ന് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു 2 ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് വന്നുള്ളൂ. റേഡിയോളജി വന്നിട്ടുണ്ട്, പിന്നെ ഡയറ്ററി ആണ് കേട്ടോ. റേഡിയോളജി ഓക്കെ, ഡയറ്ററി സർവീസും കൂടി ഉള്ളൂ. ആ 4 ചാപ്റ്റർ നമുക്ക് തീർക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതും 4 ക്ലാസ്സും കൊണ്ട് നമുക്ക് തീർക്കാം. ഓക്കെ, ഇനി നോക്കിയേ ലാസ്റ്റത്തെ വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ, ഇൻചാർജ്. Okay, which of the following question ഇങ്ങനെയായിരിക്കും. which of the following is not the job responsibility of the CSSD manager എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 2 ഓപ്ഷനോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ഏതാന്ന് ചോദിക്കാം. which of the following is the job responsibility of the CSSD manager? അല്ലെങ്കിൽ പറയാം not the job responsibility of the CSSD manager or in charge. അതിനകത്ത് ജസ്റ്റ് ആ പോയിന്റുകൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്തായാലും ഓപ്ഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫുള്ള് കാണാതെ പഠിക്കണ്ട. ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോ അറിയാം. കറക്റ്റ് ഓപ്ഷൻ എന്താ പറയാ ക്ലിക്ക് ചെയ്താൽ മതി. നോക്കിയേ, ജോബ് റെസ്പോൺസിബിലിറ്റി. ഇനി CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ ജോലി ഉത്തരവാദിത്തങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. എന്ത് ചെയ്യാ? ഓവറോൾ സൂപ്പർവിഷൻ. CSSD ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവനും ഓവറോൾ മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും CSSD ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ മേൽനോട്ടം വഹിക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ചാർജ് ഉള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരാൾ തന്നെയാണ് CSSD മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? CSSD അവിടെ ഉണ്ട്, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. അപ്പൊ അത് മാറിപ്പോവല്ലോ. CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. രണ്ടാമത്തെ നോക്കിയേ, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുക. ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്, അതും ഇതിനകത്ത് വരുന്നതാണ്, റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗൈഡ് കൊടുക്കുക, ഒരു ഗൈഡായിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ ട്രെയിനിങ്, സ്റ്റാഫുകൾക്ക് ഓരോന്നിനും ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ഓരോന്നും ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ്, ഗൈഡ് ചെയ്യുക, അവരെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞ സമയവിവര പട്ടികകൾ, ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ സമയ വിവര പട്ടികകൾ, ഇത്ര സമയത്ത് കയറുന്നു അല്ലെങ്കിൽ ഇറങ്ങുന്നു, ഓരോ ഷിഫ്റ്റ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറക്റ്റ് ചെയ്യുക.
ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സുകളും ഡ്യൂട്ടി റോസ്റ്റർ ഒക്കെ ഡയറക്റ്റ് ചെയ്യുക. പിന്നെ അടുത്തത് നെക്സ്റ്റ് അലോട്ടിംഗ് റിസോഴ്സ് നോക്കുക. അലോട്ടിംഗ് റിസോഴ്സുകൾ അനുവദിക്കുക. അതിന് ഓരോന്നിന്റെ ആവശ്യമുള്ള ഉറവിടം റിസോഴ്സുകൾ അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സസ്. നെക്സ്റ്റ് പോയിന്റ് cost control measures to scrutinize and decrease the number of cycle. Cost control measures ചെലവ് നിയന്ത്രിക്കാനുള്ള ചെലവ് നിയന്ത്രണ കാര്യങ്ങൾ നോക്കുക. ടു സ്ക്രൂട്ടിനൈസ് എന്ന് വെച്ചാൽ എന്താ? സ്ക്രൂട്ടിനൈസ് സൂക്ഷ്മ പരിശോധന. സൂക്ഷ്മ പരിശോധന നടത്തുക. ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുക. കോസ്റ്റ് കൺട്രോൾ ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് സൈക്കിൾ ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻവെന്ററി ചിലവ് പട്ടികകളൊക്കെ അതിനൊക്കെ മാനേജ് ചെയ്യുക, നിയന്ത്രണം വരുത്തുക. ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ഉപഭോഗ വസ്തുക്കളുടെയും അതുപോലെ തന്നെ സപ്ലൈകളുടെയും ഒക്കെ നിയന്ത്രണം നടത്തുക. അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഇത് കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്ക് ഫൈനൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ എന്നുള്ളത്. അപ്പൊ ഈ പോയിന്റ്സുകൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇനി ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അരമണിക്കൂർ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് എഴുതി തീർക്കാം. ഓക്കെ, വേഗം ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. എളുപ്പല്ലേ അത്? ജസ്റ്റ് കുഞ്ഞു പോയിന്റ്സ് ആണ്, ഒരുപാട് വലിയ പോയിന്റ് ഒന്നുമില്ല, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. എന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എഴുതാനേ. ഓക്കെ, നമുക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഏകദേശം ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓൾറെഡി മൈൻഡിൽ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതിക്കോട്ടോ. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മേഘയൊക്കെ അവരോട് ചോദിച്ചായിരുന്നു എക്സാം എളുപ്പമുണ്ടായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. റിൻസിയൊക്കെ സ്മിതേനെയൊക്കെ ആരെങ്കിലും വിളിച്ചായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്? കുഴപ്പമില്ലെന്നാ പറഞ്ഞവര്. ചേച്ചിയോട് ചോദിച്ചായിരുന്നു. കുഴപ്പമില്ല. സ്മിത ചേച്ചീന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോ പറഞ്ഞതാ. കുഴപ്പമില്ലായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്ത തരത്തില് കൺഫ്യൂഷൻ ഫീൽ ചെയ്തു. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ കൺഫ്യൂഷൻ ഫീൽ ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് 80 മാർക്ക്.
80 ഉണ്ടായിരുന്നല്ലേ? എന്നാലും നമ്മൾ അങ്ങനെ പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാം നമ്മുടെ നോട്ടിന് പ്രിന്റഡ് നോട്ടിന് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലും തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഫുള്ള് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കേട്ട ഓർമ്മയും പിന്നെ നമ്മള് റിവിഷൻ ഒക്കെ ആണെങ്കിലും കുറെയൊക്കെ നമ്മൾ ചെയ്തല്ലോ. അതുകൊണ്ട് അങ്ങനെ അത്ര പേടിക്കൊന്നും വേണ്ട. എക്സാം ഒന്നും ഒരുവിധം എല്ലാവർക്കും തന്നെ നല്ല മാർക്കുണ്ട്. 100 തന്നെ 1-2 പേർക്ക് ഉണ്ട്. 2 കുട്ടികൾക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാത്രം 3-4 പേരൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു 40 താഴെ വന്നേക്കുന്നത്. മൊത്തം ഞാൻ നോക്കിയില്ല. ഓക്കെ, എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. expand SSI. Expand SSI. ഏതാ എക്സ്പാൻഡഡ് ഫോം? എന്താ SSI? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇതിപ്പോ പറയുമ്പോ അതിന്റെ ഒപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമ്പോഴത്തേക്കും പഠിച്ചു തീർക്കാം കേട്ടോ. ഇനി പ്രത്യേക ഒരു ടൈം ഇതിന് വേണ്ടി എടുക്കണ്ട. ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പഠിക്കുക. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI. എല്ലാവരും പഠിച്ചില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ്. എക്സ്പാൻഡ് CSSD. expanded form. Expand CSSD. Expand CSSD. Expanded form എന്താ? CSSD. Central Sterile Supply Department. Okay, very good. Central Sterile Supply Department. CSSD. Third question. Third question എഴുതാം. Size SIZD. Size and location of CSSD. Size and location of CSSD differs. 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 Size and location of CSSD differs according to dash. Size and location of CSSD differs according to according to എന്തനുസരിച്ച് വ്യത്യാസപ്പെടുമെന്ന് പറഞ്ഞേക്കുന്നേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെടാം. ഇത്ര സൈസ് വേണമെന്നോ അത് ഇത് എന്നുള്ളതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യമില്ല. അതിന്റെ സൈസും ലൊക്കേഷനും ഒക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Which of the following is not a function of CSSD? Which of the following is not a function of
CSSD. Which of the following is not a function of CSSD? Options പറയട്ടെ. Okay, option A എഴുതിക്കോ. To supply sterilized material. To supply, SUPPLY. To supply sterilized material. STERILIZED. Sterilized material. Option B എഴുതാം. To maintain an inventory of supplies and equipment. To maintain an inventory of supplies and equipments. Option C എഴുതാം. Communication with the blood establishment. Communication with the blood establishment. ESTABLISHMENT. Blood establishment. Next one, option D ആണ്. To avoid AVOID. To avoid duplication of expensive equipment. To avoid duplication of expensive equipments. ഇതാ not a function of CSSD കേട്ടോ. Not a function of CSSD. That's a function അല്ലാത്ത ഏതാ? C. Okay, very good. Option C ആണ് communication with the blood establishment. Blood establishment ആയിട്ട് ബ്ലഡ് തരുന്ന സ്റ്റാമിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അത് അതിനകത്ത് ഫങ്ഷൻസിൽ ഉൾപ്പെടാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാ നമുക്ക്. ഇനി ഇതിന്റെ ഞാൻ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാന്നുള്ളത് ഞാൻ തരുന്നില്ല കേട്ടോ. നോട്ട് ഫംഗ്ഷൻ എഴുതേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് CSSD എന്ന് പറഞ്ഞാലും ആ പോയിന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. 7th എത്രാമത്തെയാണ്? നമ്പർ എത്രയാ? 5. 5th ആണ് അല്ലെ? 5th question. The CSSD layout should be designed. The CSSD layout should be designed. Layout should be designed in a dash. The CSSD layout should be designed in a dash. എങ്ങനെയാന്നാ പറഞ്ഞ നമ്മള്? എങ്ങനെ? Unidirectional. Okay, unidirectional flow ആണ് അല്ലെ? The CSSD layout should be designed in a unidirectional flow. Next question. Items, ITEMS, items used from several departments. Items used from several departments of the hospital. Items used from several departments of the hospital. Several departments of the hospital are transferred. TRANSFERRED. Transferred to CSSD. Transferred to CSSD for dash.
എന്തിനു വേണ്ടിയിട്ടാ CSSD വരുന്ന? ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കിട്ടിയില്ലേ? ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആർ ട്രാൻസ്ഫേർഡ് ടു CSSD ഫോർ. എന്തിനു വേണ്ടിയിട്ട് CSSD വരുന്നത്? ഫങ്ഷണൽ ഏരിയയിൽ ഫസ്റ്റ് നോക്കിയേ. ഫങ്ഷണൽ ഏരിയാസില് ഫസ്റ്റത്തെ റിസീവിംഗ് ഏരിയ ഒന്ന് നോക്കി വേഗം പാരഗ്രാഫ്. ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, എന്തിനാ വരുന്നത്? ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും അല്ലേ വരുന്നത്? ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many functional areas? How many functional areas? How many functional areas in CSSD department? എത്ര functional areas ഉണ്ട്? ആറ്. ഓക്കെ, വെരി ഗുഡ്. 6. 6 ഫങ്ഷണൽ ഏരിയ അല്ലേ നമ്മൾ പറഞ്ഞത്? 6. ഷീബ എന്ന് പറഞ്ഞ പേര് കയറിയ ആളാണോ പറഞ്ഞത്? ആരാ ഒന്ന് പറയോ? പേരെന്താ? ഷീബയാണോ? അതെ. ഓക്കെ, how many functional area? 6 അല്ലേ? 6 functional area. Next question എഴുതിക്കോ. Which of the following organogram is correct? അതെല്ലാരും എഴുതണ്ട, നിങ്ങളൊന്ന് ഓപ്ഷൻസ് കേട്ടിട്ട് എഴുതിയാലും മതി. എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് കറക്റ്റ് എഴുതിയാലും മതി. ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് മാനേജർ. എഴുതണ്ടോ നിങ്ങൾ? ഓപ്ഷൻ എഴുതണ്ടോ? ഓപ്ഷൻ എഴുതണോ? ഓക്കെ, ഓപ്ഷൻ എയിൽ തന്നേക്കുന്നത് മാനേജർ. താഴേക്ക് ആരോ മാർക്ക് ഇട്ട് എഴുതിക്കോട്ടോ ഓർഗാനോഗ്രാമിന്റെ. മാനേജർ. CSSD technician. CSSD assistant. താഴേക്ക് എഴുതാം CSSD assistants. നെക്സ്റ്റ് താഴെ എഴുതാം ക്ലർക്ക്. CLEARK ക്ലർക്ക്. താഴെ എഴുതാം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അത് ഇനി എഴുതേണ്ടതില്ല, നമ്മുടെ ടൈം വെറുതെ പോകുള്ളൂ. ഫസ്റ്റ് നോക്കി നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ നോക്കിയേ. മാനേജർ, CSSD ടെക്നീഷ്യൻ, CSSD അസിസ്റ്റന്റ്, ക്ലർക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. കറക്റ്റ് ആണോ അത്? ഓക്കെ, ഓപ്ഷൻ ബിയിൽ തന്നിരുന്ന ഇനി എഴുതണ്ടല്ലോ, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ തന്നെയായിരുന്നു കറക്റ്റ്. മാനേജർ, ക്ലർക്ക്, CSSD ടെക്നീഷ്യൻ, CSSD അസിസ്റ്റന്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓപ്ഷൻ സിയിൽ തന്നേക്കുന്ന മാനേജർ, CSSD അസിസ്റ്റന്റ്, CSSD ടെക്നീഷ്യൻ, ക്ലർക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓപ്ഷൻ ഡിയിൽ തന്നേക്കുന്ന മാനേജർ, ക്ലർക്ക്, CSSD അസിസ്റ്റന്റ്, CSSD ടെക്നീഷ്യൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് എഴുതണ്ട, നമുക്ക് വെറുതെ സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് എഴുതിക്കോ. After receiving the item,
after receiving the items, comma, after receiving the items, comma, the items are transferred, to dash area. After receiving the item, the items are transferred to dash area. ഏത് ഏരിയയിലേക്ക് വരുന്നേ? റിസീവിംഗ് കഴിഞ്ഞിട്ട് Cleaning area. cleaning area. Okay, very good. Cleaning area. After receiving the items are transferred to cleaning area. Next വരുന്നത് അതാണ് ഞാൻ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ പറഞ്ഞത്. ഓർഡർ അനുസരിച്ച് പഠിക്കുക കേട്ടോ. റിസീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഖില, ഹരിത എന്ന് പറയുന്നില്ലേ? ആതിര, മേഘയൊക്കെ നിമിഷയുടെ ആയിട്ട് ഞാൻ കേൾക്കുന്നുള്ളൂ. കിട്ടുന്നില്ല? ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. എഴുതുന്നതിന്റെ തിരക്കിലായതുകൊണ്ടാണ് പറയാത്തത്. ആൻസർ കിട്ടുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അറിയാവുന്ന പറയാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് മെഷീൻ is used for cleaning? Which machine is used for cleaning surgical tools? ഏതാ നമ്മളൊരു വിഷയം പറഞ്ഞല്ലോ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വേറൊരു മെഷീൻ പറഞ്ഞു. ഏത് മെഷീനാ? Ultrasonic washer machine. ഓക്കെ, അൾട്രാസോണിക് വാഷർ മെഷീൻ. അൾട്രാസോണിക് വാഷർ. Next question. In ultrasonic washer machine, turns, TURNS, turns high frequency sound waves into dash. In ultrasonic washer machine turns high frequency sound waves into dash. എന്താക്കിയ മാറ്റുന്നേ? സൗണ്ട് വേവ്സിനെ എന്താക്കി മാറ്റുക? മെക്കാനിക്കൽ വൈബ്രേഷൻ. ഓക്കെ, വെരി ഗുഡ്. മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റിയിട്ട് turns the high frequency sound waves into mechanical vibrations. Next question. After the tools are washed, they are dried. DRIED. They are dried in oven dryer. And transferred to dash. പാക്കിംഗ് ഏരിയ. Okay, എന്താണ്? പാക്കിംഗ് ഏരിയ. Packing area. After the tools are washed, they are dried in oven dryer and transferred to packing area. Tools ഒക്കെ വാഷ് ചെയ്തതിനു ശേഷം ഒന്നിൽ ഹാൻഡ് വാഷ്, മാനുവലി ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ അൾട്രാസോണിക് മെഷീൻ വാഷർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഡ്രൈ ചെയ്തിട്ട് ഓവൻ ഡ്രയറിൽ ഡ്രൈ ചെയ്തിട്ട് അടുത്തത് പാക്ക് ചെയ്യാൻ പോവാണ്. പാക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ട്രാൻസ്ഫേർഡ് ടു പാക്കിംഗ് ഏരിയ.
Next question. Cleaned, C-L-E-A-N-E-D, cleaned and dried instruments, cleaned and dried instruments are packed before dash. Cleaned and dried instruments are packed before dash. എന്തിനു മുന്നേ പാക്ക് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? Before sterilization. Sterilization മുന്നേ പാക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ 12 മണിക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങും. വേറൊരു ബാച്ചിന് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ് ഇപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയത് എല്ലാവർക്കും കിട്ടിയില്ലേ? എഴുതിയതിന്റെ ഒപ്പം തന്നെ എല്ലാ ആൻസേഴ്സും പഠിച്ചില്ലേ? എഴുതിയ അത്ര ആൻസർ പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതുകൂടി ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും കയറണം ക്ലാസ്സില്. ഇപ്പൊ എന്താ പറയാ, ഇനി 2 ചാപ്റ്ററും കൂടി ഉണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എക്സാം ഒത്തിരി വൈകില്ല, ഉടനടി ഉണ്ടാവും എക്സാം ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ എല്ലാവരും ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓക്കെ, താങ്ക് യു.